ഹലോ ഗൈസ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് വിയറ്റ്നാമിലെ സായ്ഗോൺ സൂവിലാണ്. അങ്ങനെ നമ്മൾ സൂവിനകത്തേക്ക് പോയി. ആദ്യം പോയത് കുട്ടികൾ കളിക്കുന്ന ഒരു ഏരിയയിലേക്കാണ്. സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ പാർക്കുമുണ്ട്. ആദ്യം പോയത് വാൽകൊമ്പുള്ള മാനിനെ കാണാനാണ്. വലിപ്പം കൂടിയ കൂർത്ത മുനകളുള്ള മാനിൻ്റെ കൊമ്പുകൾ. മാനിൻ്റെ ചന്തം നോക്കി കുറച്ച് അവിടെ ഇവിടെയായി നിന്നു. അപ്പോഴേക്കും മഴ ചാറ്റലും തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നടക്കുമ്പം അതിലെ ഒരു വണ്ടി വരുന്നത് കണ്ടു. അതായത് ഈ സൂവിനുള്ളിൽ ഫുൾ ചുറ്റിക്കറങ്ങാൻ വേണ്ടി ഒരാൾക്ക് ഒരു നിശ്ചിത രൂപ ചാർജിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ വണ്ടി. ജസ്റ്റ് ക്യാമറ അങ്ങോട്ട് തിരിച്ചപ്പോൾ അതിലുള്ള ഒരു യാത്രക്കാരൻ നമ്മളോട് കൈ കാണിച്ച് ടാറ്റയാക്കുന്നു. പിന്നെ ഞങ്ങൾ കണ്ടത് ഒരു ഒട്ടക പക്ഷിയാണ്. അവിടെ നിന്ന് നേരെ പോയത് ആനയെ കാണാൻ. 2-3 ആനകൾ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും മഴ ഒരുവിധം വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് മഴ ബുദ്ധിമുട്ടായി തോന്നിയെങ്കിലും ആനയ്ക്ക് നല്ല രസമായി തോന്നിയെന്ന് തോന്നുന്നു. ആനയുടെ തൊട്ടടുത്തായി 2 ജിറാഫുകൾ ഉണ്ടായിരുന്നു. അത് കുറച്ച് ദൂരെയായിട്ടാണുള്ളത്. അതിനുശേഷം കണ്ടത് നമ്മുടെ നാട്ടിലെ കൊക്കിനെയാണ്. കൊക്കെന്തോ കൊത്തി തിന്നുകൊണ്ടിരിക്കുന്നു. അതിനടുത്ത് തന്നെ ആമക്കുട്ടന്മാർ മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. മഴയായതുകൊണ്ട് എല്ലാ ആമക്കുട്ടന്മാരും പുറത്തിറങ്ങി കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് തൊട്ടടുത്തായി ഒരു വെറ്റിനറി ഹോസ്പിറ്റൽ ഉണ്ട്. ഇവിടുത്തെ പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. പിന്നെ നേരെ കണ്ടത് ഒരു ഓന്തുകളുടെ കൂട്ടമാണ്. ഒരു മരത്തിൽ നിറയെ ഓന്തുകൾ. അതിന് താഴെ അവർ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് എല്ലാ ഓന്തുകളും ഈ മരത്തിൻ്റെ മുകളിലാണുള്ളത്. അതിന് താഴെയായിട്ട് ഒരു പച്ചയും ഒരു ഓറഞ്ച് കളറുള്ള 2 ഓന്തുകൾ വലുത് കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ കണ്ടത് ഈ ഒരു മൃഗത്തെയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിനുശേഷം കണ്ടത് വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു കൂട്ടിലിട്ടിരിക്കുന്ന പക്ഷിക്കുഞ്ഞുങ്ങളെയാണ്. അതിൻ്റെ ചുറ്റും നടന്ന് ആ പക്ഷികളെ എങ്ങനെയെങ്കിലും ഒന്ന് പറത്തിക്കണം എന്ന് പറഞ്ഞ് നോക്കി. അപ്പോഴാണ് മനസ്സിലായത് അത് വെറും ഡമ്മികളാണെന്ന്. അതിന് തൊട്ടടുത്തായി ഒരു വലിയ ആമയും ഓന്തും എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചാറ്റൽ മഴയായതിനാൽ എന്തെങ്കിലും കുശലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാവാം. പിന്നെ ഞങ്ങൾ അതിലേ നടന്നു. കുറേ മരങ്ങളും പൂക്കളും എന്തൊക്കെയോ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതിലേ കുറേ നടന്നു. അതിനിടയിൽ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത് കണ്ട ഒരു കടയിൽ നിന്ന് 2 മഴക്കോട്ട് വാങ്ങി ഞങ്ങൾ ഇട്ടു. അങ്ങനെ ഞാൻ ആ ചാറ്റൽ മഴ ഒന്ന് ആസ്വദിച്ചു. മഴയത്ത് നന്നായി നൃത്തം ചെയ്യുന്ന ഒരു പക്ഷിയാണല്ലോ മയില്. അതിനെ ഞങ്ങൾ ഇവിടെ കണ്ടു. ഇതിൽ ആൺമയിലും പെൺമയിലും ഉൾപ്പെടുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ചിത്രശലഭത്തിൻ്റെ അടുത്താണ്. പക്ഷേ മഴയായതുകൊണ്ട് ചിത്രശലഭങ്ങളൊന്നും പറക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ ഗേറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ അതിലെ കുറച്ച് നടന്ന് ഞങ്ങളിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു. ബാംഗ്ലൂരിലെ ലാൽബാഗിൽ കാണുന്നത് പോലെ കമ്പികളിൽ ചെടികൾ പടർത്തി വിവിധ മൃഗങ്ങളുടെ രൂപങ്ങളാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ പോയത് ജിറാഫിനെ കാണാനാണ്. ഈ ജിറാഫിനെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ക്യാരറ്റുകൾ കൊടുക്കുന്നു. ഈ ക്യാരറ്റുകൾ ഇവിടെ തന്നെ വിൽക്കുന്നുണ്ട്. ക്യാരറ്റിൻ്റെ വില ഇവിടുത്തെ 10,000 VND, നാട്ടിലെ 35 രൂപ. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇത് ചെയ്യുന്നത്. ജിറാഫിനും ഫുഡ് കിട്ടുമ്പോൾ വളരെയധികം സന്തോഷമാണ്. പിന്നെ കണ്ടത് കാണ്ടാമൃഗത്തെയാണ്. അത് വളരെ ദൂരത്താണുള്ളത്. 2 കാണ്ടാമൃഗമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അത് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് റെപ്റ്റൈൽ ഹൗസിലേക്കാണ്. ഇവിടെ പല നിറത്തിലും തരത്തിലുമുള്ള കുറേയധികം ഓന്തുകളുണ്ട്. ഇത് കാണാൻ കുറേ കുട്ടികളും മാഷന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. മാഷന്മാർ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. പിന്നെ കുറേ അധികം ഇതിലൂടെ നടക്കാനുമുണ്ട്. കുറച്ച് നോക്കി ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ സൂവിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ട് ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ പുറത്തിറങ്ങി. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.